ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കോംബോ ഓഫറും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ 2 ദിവസം മുമ്പ് ഇട്ട കോംബോ ഓഫറിൻ്റെ ആൾക്കാർക്ക് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. 2 പേർക്കാണ് കൊടുക്കാനുള്ളത്. 2 പേരാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു തൂത്തുക്കുടി തമിഴ്നാട്ടിലേക്കും അതുപോലെ തൃശ്ശൂരിലേക്കുമാണ് ഈ 2 കൊറിയർ പോകുന്നത്. അപ്പം അവർ നമ്മൾ കോമ്പോൻ്റെ പുറമെ കുറച്ച് ചെടികളും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ആ അതിൽ പറഞ്ഞ ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ആ ചകിരിച്ചോറ് ഇങ്ങനെ ആദ്യം നമ്മുടെ ഈ കവറില്ലേ, കീസില്ലേ, പീടിയെന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും, ചെറുതായിട്ട് നനച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ നനവ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നല്ലോണം ഇങ്ങനെ ഒലിക്കുന്ന രീതിയിലാവരുത്. അങ്ങനെ ആകുമ്പോൾ പുറത്തേക്കൊക്കെ വെള്ളം എടുക്കും. അങ്ങനെ കുറച്ച് മാത്രം നനച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചകിരിച്ചോറ് ഉണങ്ങിയിട്ടാണല്ലോ നിൽക്കുക. അപ്പം ആ ഒരു ചെടീൻ്റെ റൂട്ടിൻ്റെ അവിടെ നിൽക്കുന്ന രീതിയിൽ ഒരു ഉണക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നനച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ ചെടികളൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കും. അതിൽ ആ റോസ് ഞാനെടുത്തിട്ട് നമ്മുടെ വാഴക്കാമ്പില്ല, ഞങ്ങൾ എണ്ണിക്കാമ്പ് എന്നാണ് പറയുക, അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിച്ച് കൊടുക്കുക കേട്ടോ. നാടൻ റോസിൻ്റെ കൊമ്പാണത്. അപ്പം അതവർ ചോദിച്ചതായിരുന്നു, അതും കൂടെ വെക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ ഇട്ട് ബൈൻഡ് ചെയ്ത് കെട്ട് ചെയ്ത് ആദ്യം ഞാനിങ്ങനെ ചെയ്തു. പിന്നെയാണ് എനിക്ക് റോസ് അങ്ങനെ ചെയ്താൽ മതി തോന്നൽ വന്നത്. അപ്പോൾ പിന്നെ റോസ് അതിൻ്റെ ഉള്ളിൽ എടുക്കുക ചെയ്ത് കേട്ടോ. കാരണം തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ ലേറ്റ് ആവുമെന്ന് തോന്നൽ എനിക്ക് പിന്നെ ഉണ്ടായി. അപ്പോൾ പിന്നെ റോസ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഉണങ്ങുന്ന ഉണങ്ങരുതല്ലോ, ഉണങ്ങാതെ ഫ്രഷ് ആയിട്ട് അവിടെ എത്തണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനതിന് എടുത്തത്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വാഴക്കാമ്പ് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്ത് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ഇട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. പക്ഷെ കുറേ പേരൊന്നും ഒന്ന് എന്താ പറയുക, ഞാൻ ഓർമ്മയില്ലായിട്ടാണോ മറന്നിട്ടാണോ അറിയില്ല, ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഞാൻ തമിഴ്നാട്ടിലേക്ക് അയക്കുന്ന ചെടി ഞാൻ 2 കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരരുതെന്ന് വിചാരിച്ചിട്ട് 2 കവറിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിൽ. കാരണം അറിയാമല്ലോ, കുറച്ച് ലോങ്ങാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയാലും അത് സേഫായിട്ട് എത്തുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് പിന്നെ എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം, മറ്റന്നാൾ രാവിലെ ഒക്കെ ആകുമ്പോഴത്തേന് എത്തും. മറ്റന്നാൾ വൈകുന്നേരം ആകുമ്പോഴാണ് എത്തുക. അപ്പം ഈ ഒരു പ്ലാന്റും പിന്നെ ശ്രീജ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ സബ്സ്ക്രൈബറാണത് ഇതാക്കിയത് കേട്ടോ. മൂപ്പരുടെ ഹസ്ബൻഡ് ചെറുതായിട്ടൊരു പോലീസ് ഓഫീസറായിരുന്നു, ഇപ്പോൾ സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ശരിയായി വരട്ടെ അല്ലേ. പിന്നെ അപ്പം ഇത് അവർക്കാണ് കേട്ടോ. ഒരുപാട് ചെടി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ, അതൊക്കെ ഉണങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ചെടികളെല്ലാം നശിച്ചു പോയി എന്ന് ഭയങ്കര വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചെടികൾ അവർക്ക് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട്. അവരുണ്ടാക്കട്ടെ ചെടിയിലെ. പിന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ പേഴ്സണലി അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. കുടുംബിനികളാണ്, അവരൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് പറയുന്നത് കേൾക്കലുണ്ട്. സബ്സ്ക്രൈബർ വിളിച്ചിരുന്നു, അങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിചാരിക്കും, അങ്ങനെ വിളിക്കാമെന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, എനിക്കിങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ വിളിക്കില്ല, ചാറ്റിങ്ങാണ് അധികം ഉണ്ടാവുക. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെയല്ല. എപ്പോഴെങ്കിലും നമ്മൾ കുറേ ദിവസം കാണാൻ വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പെരിന്തൽമണ്ണുള്ള. ഇതേപോലെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളാണ് കേട്ടോ. കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ സജീവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അങ്ങനെ കുറച്ച് പേര് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ശ്രീജ എന്ന് പറഞ്ഞ ആളും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ട് കമൻ്റ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ 2 ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യണം. അതിന് മോളൊക്കെ പോയ ശേഷമാണ് ഇപ്പോൾ ബാക്കി പാക്കിങ്ങൊക്കെ ചെയ്യുള്ളൂ ഞാൻ, സ്കൂളിൽ പോയ ശേഷം. കാരണം ഇതിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു പണി നടക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ശ്രീജ എന്ന് പറഞ്ഞ ആൾക്ക് കുറച്ച് ഇതില്ലേ, നമ്മുടെ ബോഗൺവില്ലേൻ്റെ കട്ടിങ്സും അതേപോലെ വിങ്കേൻ്റെതും 10 മണി 8 മണി കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഓർമ്മയായ സമയത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അതുകൊണ്ട് അത്യാവശ്യം വലിയ പാക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ ചെമ്പരത്തി, എന്നും പൂവിടുന്ന ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കാണാൻ. അപ്പം ഇതിൻ്റെ തൈയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ തന്നെ ഒരാളെ കയ്യിൽ നിന്ന് കട്ടിങ് വാങ്ങി നട്ടതായിരുന്നു കേട്ടോ.
പക്ഷേ അതിന് കുറേ മുട്ടുകളും ഉണ്ട്, കുറേ മുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ് പൂവിട്ട് കിടക്കണം കാണാൻ. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്ന് സെയിലിനിടുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ് അതുപോലെ 3 പ്ലാന്റാണുള്ളത്. ഈ ഒരു പ്ലാന്റും അതേപോലെ ഈ കാണുന്നൊരു അഗ്ലോണിമ, പിന്നെ അടുത്ത് കാണുന്നൊരു കലാത്തിയും കൂടെയാണ് നമ്മളിന്ന് കോംബോ ഓഫറായിട്ട് ഇടുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കൊടുക്കുന്ന നമ്പറിലേക്കൊന്ന് മെസ്സേജ് ആക്കുക കേട്ടോ. ഈ 3 പ്ലാന്റാണുള്ളത്. കുറേ പ്ലാന്റ് ഒന്നുമില്ല, കുറച്ച് പ്ലാന്റേ ഉള്ളൂ. അപ്പം ആദ്യം കോൺടാക്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഞാൻ കടലാസ് ചെടികൾ കുത്തി തൈ പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതും കുറച്ച് വലുതാകുന്ന സമയത്ത് ഞാൻ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ, ചെറിയ വിലക്ക്. പിന്നെ ഹൈബ്രിഡ് അല്ല, നമ്മൾ സാധാ ഇതാണത്. ഒരു വയലറ്റ് കളറും ഓറഞ്ചും റോസൊക്കെ വരുന്ന കളേഴ്സാണ്. പിന്നെ ഈ ഒരു ചെടീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നല്ല രസമാണ് കാണാൻ. ചെടീൻ്റെ ലീഫിൻ്റെ അടിഭാഗം റെഡ് കളറും മേൽഭാഗം ഒരു പിങ്കിഷ് കളറാണ് കേട്ടോ. വൈറ്റും പിങ്കും കൂടെ കൂടിയ ഒരു കളറാണ് ലീഫിന് വരുന്നത്. പച്ച കളറും നടുവിൽ വരുന്നുണ്ട്. പിന്നെ അധികം പരിചരണം വേണ്ട ആ ചെടിക്കൊന്നും. പിന്നെ ഈ ഒരു ചെടി അരേലിയൻ്റെ അതിൽപ്പെട്ടൊരു ചെടിയാണത്. അതിനും അധികം കുറേ ആയിട്ട് അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം അവിടെ നിന്ന് അനക്കിയാലത് പിന്നെ എന്താ പറയുക, ആ ഒരു ഭംഗി നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത് ഉച്ചക്ക് ഒരു 2:30-3 മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതോടെ നേരം വൈകിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചെടികൾ ഞാൻ കാണിച്ചിട്ടുള്ള ചെടികൾ വേണ്ടവരൊന്ന് മെസ്സേജ് അയക്കുക നമ്മുടെ നമ്പറിലേക്ക്. ഞാൻ വൈകാതെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ടെറസിലുള്ള ബോഗൺവില്ലയുടെ താഴ്ന്ന വ്യൂ ഞാൻ കാണിച്ചു കേട്ടോ. ഈ ഭാഗത്ത് കാണൂല, അവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളൊക്കെ ഉണ്ട്. ഇത് സൈഡ് വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ കേട്ടോ. ആദ്യത്തെ പൂക്കളൊക്കെ പോയി ഞാൻ കട്ട് ചെയ്തു, പുതിയ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ബോഗൺവില്ല പൂവിട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ വെട്ടി കൊടുക്കണം, എന്നാലത് കുറേ പൂക്കളായിട്ട് പിന്നെയും വരുള്ളൂ. നമുക്ക് വെട്ടാനൊന്നും തോന്നൂല, എന്നാലും വെട്ടി കൊടുത്താലേ പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ വെട്ടാതെ ഉണ്ടാവുകയാണെങ്കിൽ നീണ്ടിട്ട് അങ്ങനെ പോകും. കുറ്റിയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വെട്ടിയാലേ ഉണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ കുറച്ചായിട്ട് പൂക്കളാണ് ചെടികളോട് അധികം താല്പര്യമുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് പൂക്കളില്ലാത്ത ചെടികളോടൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനാണ് കേട്ടോ അത്. ഗഡ്സ് വെച്ച് കെട്ടി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അരേരിയൊക്കെ ഷേപ്പാക്കി വെട്ടാനായിട്ടുണ്ട്. എനിക്കത് ഷേപ്പ് ചെയ്ത് വെട്ടാൻ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. അതവിടെ വെട്ടണം, ചെറുതാക്കി കൊടുക്കണം, നല്ല ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.